ഇറാന്റെ ഖത്തർ ആക്രമണത്തിൽ താറുമാറായി വ്യോമഗതാഗതം. കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. എയർപോർട്ടുകളിൽ കുടുങ്ങിയ യാത്രക്കാർ. ഖത്തറിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ദുരിതത്തിലായത് ആയിരങ്ങൾ. സർവീസുകൾ പുനരാരംഭിച്ച് വിമാന കമ്പനികൾ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനം. വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചത് രാവിലെ. വൈകിട്ടോടെ വീട്ടുവളപ്പിൽ സംസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ സാമർഥ്യം ലോകം കണ്ടെന്ന് നരേന്ദ്രമോദി. ശത്രുവിനെ 22 മിനിറ്റിൽ നിഷ്പ്രഭമാക്കിയെന്നും പ്രധാനമന്ത്രി. ഗുരു ഗാന്ധി ചരിത്ര സമാഗമത്തിന്റെ ശതാബ്ദി ആഘോഷം ഡൽഹിയിൽ. ഓപ്പറേഷൻ സിന്ധു തുടരുന്നു. ഇസ്രയേലിൽ നിന്നുള്ള വിമാനങ്ങൾ എത്തുന്നു. VSന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. VSനെ കാണാനെത്തി മുഖ്യമന്ത്രി. പാണക്കാട്ടെത്തി മധുരം പങ്കിട്ട് ഷൗക്കത്ത്. നിലമ്പൂരിലെ വിജയത്തിന് ലീഗിന് നന്ദി. തോൽവി ചികഞ്ഞ് പരിശോധിച്ച് CPM. അൻവറിന് മുന്നിൽ വാതിൽ തുറക്കാതെ കോൺഗ്രസ് നേതാക്കൾ. ലീഡ്സിൽ ആവേശ പോരാട്ടം. ഒരു ദിവസം ശേഷിക്കെ ഇംഗ്ലണ്ടിന് ജയിക്കാൻ 350 റൺസ്. 10 വിക്കറ്റുകൾ ബാക്കി.